ഹായ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാട്ടോ. ഇന്നിപ്പോൾ എന്ത് ചായക്ക് കടി ഉണ്ടാക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് വീട്ടിൽ മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അത് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. കൂടെ എനിക്ക് വലിയ മുട്ട വലിയ ഇഷ്ടമല്ല, പക്ഷെ എന്നാലും കിട്ടിയാൽ കഴിക്കും. കാടമുട്ട ഉണ്ടായതുകൊണ്ട് എനിക്ക് 3 കാടമുട്ട എടുത്തു. വീട്ടിലുള്ളവർക്ക് ഞാൻ ആ വലിയ മുട്ടയും വെച്ചു. അപ്പോൾ ഞാനത് വെള്ളം പറന്നിക്കാണ്ട് ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് മനസ്സിലായത് ഇതിൽ ഉപ്പിട്ടിട്ടില്ല. ഉപ്പിട്ട് ഒന്നും കൂടി വേഗം ഇത് പുഴുങ്ങി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ രാവിലെ വീടിലേക്ക് പോയപ്പോൾ മാഗി മേടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് മാഗിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് മാഗി പൊടിച്ച് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതേ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ മാഗിയൊക്കെ 10 രൂപയ്ക്ക് ഇത്ര ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ലാഭമല്ല എന്ന് പറയാം. കാരണം ആകെ തുള്ളിയുള്ളൂ കേട്ടോ 10 രൂപയ്ക്ക്. പിന്നെ നമുക്ക് മാഗി ഉണ്ടാക്കണില്ല. അപ്പം ഞാൻ രണ്ടാമത്തെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അത് എത്ര കത്തിയിട്ടും കത്തുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഓൽക്കുടിമ തീയൊക്കെ ആക്കി കത്തിച്ചു. പക്ഷെ എന്നിട്ടും അത് കത്തണില്ല. ഞാൻ കുറേ കത്തിച്ച് നോക്കി, എന്നിട്ടും അത് കത്തണില്ല. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ഇതിൽ ഗ്യാസ് കത്തൂല, കേടന്നിക്കണു. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഇനിയിപ്പോൾ വേറെ വഴിയില്ല. അപ്പോഴാണ് ഇത് തളിച്ചുകൊണ്ടെന്ന് മനസ്സിലായത്. അപ്പം ഞാൻ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊന്ന് തുറന്നു നോക്കി, നല്ല പോക്കണ് പോയി മുഖത്തൊക്കെ തട്ടി. എന്നിട്ട് ഞാൻ ഇത്ത ചൂടുവെള്ളം മാറ്റിക്കാൻ ഞാൻ അതിൽ പച്ചവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് വേഗം തണുത്ത് കിട്ടാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ ചട്ടി വെച്ച് വയ്ക്കാൻ വെള്ളം ഒഴിച്ച് മാഗി ഇട്ട് എല്ലാവരും മാഗി ഉണ്ടാക്കണ പോലെ തന്നെ ഞാനും ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അങ്ങനെ മാഗിയൊക്കെ ഇട്ടു. പക്ഷേ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചു. അപ്പോൾ ഞാൻ ആ വെള്ളം ഇന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ തുള്ളി. പിന്നെ അത് വെന്ത് വന്നതിന് ശേഷം ഞാൻ പൊടി ഇട്ട് കൊടുത്തു. പിന്നെ എനിക്ക് ഈ പൊടി കണ്ടാലൊന്ന് നക്കി തോന്നുന്ന ഒരു സ്വഭാവമുണ്ട്. നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ മാഗി ആയതുകൊണ്ട് ആയിട്ടോ. പിന്നെ അത് ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല വാസന കേട്ടോ. അത് കണ്ടിട്ട് എനിക്കിപ്പോൾ തന്നെ തിന്നാനുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മുട്ട പൊളിച്ചാണ്. പിന്നെ ഇടയിൽ ഉമ്മ ചായ ഉണ്ടാക്കും കേട്ടോ. ആ വീഡിയോ ഒന്നും ഞാൻ കാട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ മുട്ട പൊളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട കൊണ്ട് ഒരു സംഭവം ചെയ്യേണ്ടത്. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് മുളക് പൊടി ഇടുക, ഉപ്പിടുക, മഞ്ഞൾപ്പൊടി ഇടുക, ഇതൊക്കെ ആവശ്യത്തിനിടുക. പിന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത് പുതിയത് കൊണ്ടുവന്നാണ്. ഇതിൻ്റെ ഉദ്ഘാടനം ഞാൻ ആദ്യമായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ കാടമുട്ട തീക്കിടുക. ഞാൻ മറ്റേ മുട്ട ഒന്നും ഇടണില്ല, ഞാൻ കാടമുട്ട മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായി നമുക്ക് മീൻ മസാല തേക്കണ പോലെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മാഗി ഉണ്ടാക്കി അതേ ചട്ടി മൂറിയിട്ടൊന്നുമില്ല, ഒക്കെ നമ്മളെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ടപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് പെരും പൊട്ടിത്തേറാണ്. മനുഷ്യൻ്റെ മേത്തേക്കൊക്കെ ആകെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിട്ട്. ഇതിൽ നമ്മുടെ സംഭവം നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. ഇതിന് കിട്ടിയപ്പോൾ എൻ്റെ തൊള്ളിയിലെ ആക്രാന്തത്തിൻ്റെ മാരകയായിരുന്നു. കാരണം അമ്മ ഒരു പഴിച്ചിട്ട് ചെറു വിളിച്ചിരുന്നു. അപ്പം ഞാൻ വേഗം തിന്നിട്ടു. ഫസ്റ്റ് തന്നെ ഞാൻ നൂഡിൽസാണ് തിന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അമ്മ ചായ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, പാൽ ചായയും. അപ്പോൾ ഞാൻ പാൽ ചായയും കുടിച്ചു. അതേപോലെ നമ്മുടെ മുട്ടല്ലേ അത് തിന്നു. അത് നല്ല രസമുണ്ടായി. ഞാൻ കാടമുട്ട ഉണ്ടെങ്കിൽ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പൊരിച്ചു തിന്നു. ഞാൻ യൂട്യൂബ് കണ്ട റെസിപ്പി ആയിട്ട്. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും. ബൈ ബൈ.